ഒരുപാട് നാളായിട്ടൊന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. മാങ്ങാക്കറി, അതും നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി. എൻ്റെ പൊന്നും മക്കളെ, എന്നാ ടേസ്റ്റാണെന്നറിയോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുക. ഒരു മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിലാണേ മുറിച്ചിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ വിനാഗിരി ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തോടെ മാറ്റി വെച്ചു. പിന്നെ ഒരു പാത്രത്തിലേക്ക് സവാള എടുത്തിട്ട് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. ഞാനൊരു ചെറിയ തക്കാളിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ടേ. അങ്ങനെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിരുമ്മി അതെല്ലാം സെറ്റാക്കിയിട്ട് കണ്ട ഇങ്ങനെ വന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് അവിടെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ആ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചതും ഇതിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ ഈ 2ാം പാൽ എടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം, അതായത് വെള്ളം ഒക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നന്നായിട്ടൊരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് അങ്ങോട്ട് വേവട്ടെ. വെന്ത് കറിയൊക്കെ കുറുകി കണ്ട നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ല മണമാണേ. നല്ല സെറ്റായിട്ട് 2-3 പ്രാവശ്യം ഇളക്കി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് സവാളയും തക്കാളിയും കറിവേപ്പിലയും പിന്നെ മസാലയും എല്ലാം കൂടിയായിട്ട് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1ാം പാൽ ചേർത്ത് കൊടുത്തേ. 1ാം പാൽ ആ ചൂട് കൊണ്ട് തന്നെ അതങ്ങോട്ട് സെറ്റാവും. എന്താ മണം എന്നറിയോ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി കടുക് താളിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറിയുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നല്ല സൂപ്പറായിട്ട് കടുക് താളിച്ചിട്ട് അതിൻ്റെ മേളിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നെ മണാ, എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. എന്നിട്ട് നമ്മൾ അത് ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ചോറിന് കൂട്ടണം. എന്നാ ടേസ്റ്റാണ്, എനിക്ക് പറയാൻ വയ്യ. കുറേ പ്രാവശ്യം ഞാൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഞാൻ അറിയില്ല എന്നും പറഞ്ഞ് ഉണ്ടാക്കാണ്ടിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയി. എനിക്ക് മസ്റ്റ് ട്രൈ ഐറ്റം. ഇഷ്ടമില്ലെങ്കിലും ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു.